ഹലോ എവരി വൺ. സോ നമ്മുടെ 2023 നീറ്റ് എക്സാമിൽ 673 മാർക്ക് സെക്യൂർ ചെയ്ത് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ MBBS പഠനം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹർഷയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സോ എങ്ങനെയാണ് ഹർഷയുടെ ഇതുവരെയുള്ള ലൈഫ് സ്റ്റോറി, അതുപോലെ ഇപ്പോൾ എങ്ങനെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള സ്റ്റഡീസൊക്കെ പോകുന്നത്, അതുപോലെ ഹർഷയുടെ അവസാന നിമിഷത്തെ പ്രിപ്പറേഷൻസും സ്ട്രാറ്റജീസും പ്ലാനുകളും ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഹർഷയോട് തന്നെ ചോദിക്കാം. സോ ഹർഷ, എന്ത് തോന്നുന്നു ഒരു വർഷമൊക്കെ കഴിഞ്ഞ് എന്താ പറയുക നീറ്റൊക്കെ എഴുതി ഇവിടെ വന്ന് ഈ മെഡിക്കൽ അവാർഡ്സിന് വരുമ്പോഴത്തേക്കുള്ള ഹർഷയുടെ ആ ഒരു ഫീലിങ്സ് എന്താണ്? എനിക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം എനിക്കിങ്ങനെ കഴിഞ്ഞ മെഡിക്കൽ അവാർഡ്സ് ആണല്ലോ, അപ്പോൾ നമ്മൾ ഇതിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ഞാൻ എന്തായാലും ഉറപ്പിച്ച അടുത്ത കൊല്ലം ഞാൻ മേടിച്ച എന്തായാലും എനിക്കിങ്ങനെ വരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓക്കെ. എന്നിട്ട് ഹർഷയുടെ സൈലത്തിൽ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിരുന്നു. അതിന് മുന്നേ ഹർഷ എവിടെയായിരുന്നു പഠിച്ചതൊക്കെ? അത് അവിടെ എൻ്റെ നാട്ടിലുള്ള സാധാരണ സ്കൂളിലായിരുന്നു. അവിടെ എൻ്റെ വീട് പാലക്കാടാണ്, ശ്രീകൃഷ്ണപുരം. അപ്പം അവിടെ ഉള്ളൊരു സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ എന്താ സൈലത്തിലേക്ക് +2 കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പർ നീറ്റ് ട്രൈ ചെയ്തിരുന്നു, അപ്പോൾ കിട്ടിയില്ല. MBBS ഉള്ള സ്വപ്നം ആദ്യ മൈൻഡിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകുമ്പം അല്ലെങ്കിൽ ഈ ഒരു നല്ല സ്കോറൊക്കെ വാങ്ങി ഒരു MBBS അഡ്മിഷൻ കോഴിക്കോട് എന്താ പറയുക മെഡിക്കൽ കോളേജിൽ കിട്ടിയപ്പോൾ ഉള്ള ഫീലിംഗ് എന്തായിരുന്നു? നല്ല സന്തോഷമായിരുന്നു. എനിക്കിങ്ങനെ പുറത്ത് പോകണമെന്നായിരുന്നു. പക്ഷെ പിന്നെ അവിടെ കിട്ടിയപ്പോൾ അവിടെ നല്ല രസമാണ്, നല്ല സീനിയേഴ്സ്, നല്ല ഒരു നല്ല ക്യാമ്പസ് ആണ്. അപ്പോൾ എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്നു. പഠിക്കാനൊക്കെ കുറേ ഉണ്ട്, അതത്ര രസമൊന്നുമില്ല എന്നാലും. ഓക്കെ. എന്നിട്ട് നമ്മൾ സൈലത്തിൽ ഹർഷ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഒരു വർഷത്തേക്കുള്ള ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു പറയാമോ? അത് ഞാൻ ഇവിടെ വന്നത് ഇങ്ങനെ ഞാൻ +1 +2 ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ വീഡിയോ കാണുമായിരുന്നു, ലൈവൊക്കെ കാണാൻ എക്സാമിൻ്റെ ഇതായിട്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ പഠിപ്പിക്കുന്ന രീതിയൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു റിപ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ഈ ഒരു ഫെമിലിയർ ആയിട്ടുള്ള എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പം എനിക്ക് ഒന്നുകൂടി കംഫർട്ടബിൾ ഇങ്ങനെ പഠിക്കുന്നതാണെന്ന് തോന്നിയപ്പോൾ എന്നാൽ ഇങ്ങനെ സ്ഥലത്തിൽ വരാം റിപ്പീറ്റ് ചെയ്യാൻ അങ്ങനെ വിചാരിച്ചു. പിന്നെ അങ്ങനെ വന്നപ്പോഴും എനിക്ക് നല്ല ഇപ്പോൾ +1 +2 ഒക്കെ ഒരു കൊറോണ ബാച്ച് ആയതുകൊണ്ട് അത്ര അങ്ങോട്ട് ഒരു എന്താ പറയുക ഇങ്ങനെ നന്നായിട്ട് കോൺസെപ്റ്റ് അങ്ങനെ പഠിച്ചില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ നമ്മളൊന്ന് ഓൾറെഡി വീഡിയോ കണ്ട് പോവുക, സ്വയം പഠിക്കുക, പിന്നെ പിറ്റേ ദിവസം അതൊന്നല്ലേ പഠിക്കുന്നത്. അപ്പം ഒന്നുകൂടി നല്ല ഒരു ഡബിൾ ലേണിംഗ് എഫക്റ്റ് ഭയങ്കര അടിപൊളിയായിരുന്നു. നന്നായിട്ട് മനസ്സിലാക്കുക കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വർഷം കുറേ ആൾക്കാർ 2024 നീറ്റ് എഴുതാൻ പോകുന്നവരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഈ അവസാനത്തെ ഇനിയിപ്പോൾ ആകെ 3-4 മാസം ബാക്കിയുള്ളൂ. ഈ 3-4 മാസം എങ്ങനെയായിരിക്കും പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ് ഹർഷയുടെ അഭിപ്രായം? ഹർഷ എന്തൊക്കെയാണ് ചെയ്തത്? ഇപ്പൊ ഈ ഒരു റിവിഷൻ തുടങ്ങിയിട്ടുണ്ടാവല്ലോ, അപ്പൊ ഞാനൊക്കെ റിവിഷൻ തുടങ്ങിയ പിന്നെ അപ്പോൾ എന്താ അവിടെ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഒരു പാഠത്തിന് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും പിന്നെ അന്ന് വൈകുന്നേരം തന്നെ ഒരു എക്സാമും ഉണ്ടാവുമായിരുന്നു എല്ലാ വിഷയത്തിൻ്റെ അന്ന് എടുക്കുന്ന ചാപ്റ്റേഴ്സ്. അപ്പോൾ പിന്നെ ആ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ആ ഒരു സംഭവം വെച്ച് റിവൈസ് ചെയ്യാനാണ്, കാരണം അത്രയ്ക്ക് സമയം നമുക്ക് കിട്ടുള്ളൂ. പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ ഫുൾ അങ്ങനെ എല്ലാതും ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ അതേപോലെ ബയോളജി ഒക്കെ ആണെങ്കിൽ മാക്സിമം ടെക്സ്റ്റ് വായിക്കുക. പക്ഷെ ടെക്സ്റ്റ് മാത്രം വായിച്ചാൽ പോരാ, ക്വസ്റ്റ്യൻസ് ചെയ്യണം, പ്രത്യേകിച്ച് അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഏറ്റവും കൂടുതൽ ഫോക്കസ്, കാരണം ഇപ്പോൾ കുട്ടികൾ ഏറ്റവും പറയുന്ന ഒരു കാര്യമാണ് അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എനിക്ക് ഭയങ്കര പാടാണ്, അത് ചെയ്യുമ്പോൾ അത് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു പേടി വരുന്നു എന്നുള്ളത്. ആ ഒരു പേടി ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളത് തന്നെയാണല്ലേ? അത് ക്വസ്റ്റ്യൻ ഇപ്പം ബയോളജി കൂടുതലും ടെക്സ്റ്റ് മാത്രം വായിച്ചിട്ട് ടെക്സ്റ്റ് വായിക്കണം, പക്ഷെ ഒന്നുകൂടി എങ്ങനെ ക്വസ്റ്റ്യൻസ് വരിക, ഇപ്പോൾ MCQ പിന്നെ നമുക്ക് എങ്ങനെ വരികയെന്ന്, പക്ഷെ ഇങ്ങനെ അസേഷൻ റിസൺ വരുമ്പോൾ ഏത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നന്നായിട്ട് വായിക്കേണ്ടതെന്നൊക്കെ മനസ്സിലാവുക ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ബയോളജിയിൽ അങ്ങനെ ഒരു പാടുള്ള ചാപ്റ്റർ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? ഭയങ്കര പാടായിരുന്നു സബ്ജക്ട്സ് ഒക്കെ, ഐ മീൻ ചാപ്റ്റേഴ്സ് ഒക്കെ? ആദ്യമൊന്നും വലിയ ആനതല്ല, പിന്നെ ഇങ്ങനെ ഇത്തിരി ആദ്യമൊക്കെ ഇത്തിരി സിമ്പിൾ ചാപ്റ്റർ, പിന്നീട് ഒന്നുകൂടി കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ വരുന്നത്. അപ്പൊ പിന്നെ ഇത്തിരി ഒരു ഇതുണ്ടായിരുന്നു. ഏറ്റവും ഡിഫിക്കൽട്ട് തോന്നിയ ഏതെങ്കിലും ചാപ്റ്റർ ഉണ്ടോ കെമിസ്ട്രിയിലോ ഫിസിക്സിലോ ഒക്കെ? ഫിസിക്സ് ഇങ്ങനെ എനിക്ക് റേ ഓപ്റ്റിക്സ് ആ ഒരു ഭാഗമൊക്കെ ഇത്തിരി ഇതായിരുന്നു. ഇങ്ങനെ ഇതൊക്കെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് ഇത്തിരി അത്യാവശ്യം മാസ്റ്റർ ചെയ്ത കോൺസെപ്റ്റുകളും ക്വസ്റ്റ്യൻസ് ഒക്കെ കുഴപ്പമില്ല, തട്ടി. ഓക്കെ. പിന്നെ എക്സാമുകൾ, അതിപ്പോൾ മോക്ക് ടെസ്റ്റുകളെ കുറിച്ച് പറഞ്ഞല്ലേ, അപ്പം മോക്ക് ടെസ്റ്റുകൾ ഇപ്പം നമ്മൾ GAB ഒക്കെ കണ്ടക്ട് ചെയ്തില്ല, അത് എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു?
നല്ലതായിരുന്നു. കാരണം നമ്മള് എത്രയൊക്കെ പറഞ്ഞാലും എക്സാം ആവുമ്പോഴാണല്ലോ നമ്മളൊന്ന് പഠിക്കാൻ അതെ. ഒരു ഇതുവരെ എന്തൊക്കെ എക്സാമിന്റെ ഒരു ചൂടുണ്ടാവും. അതെ. പിന്നെ അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് എഴുതുമ്പോ ആ ഒരു പഠനം ഇങ്ങനെ ട്രാക്കിൽ വരാൻ വേണ്ടിയിട്ട് നല്ലതാ. ആ ഒരു ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതിന്റെ ഒരു പഠിക്കണം. നമ്മുടെ പ്ലാനുകളൊക്കെ ആ അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ ആ വേണ്ടിയിട്ട്. അത് നല്ലതാ. ഇല്ലെങ്കിൽ നമ്മളൊരു ലാഗ് വരുമല്ലോ ഉം. ഇടയിൽ പഠിത്തത്തിൻ്റെ. ഓക്കെ. പിന്നെ അതിനോട് പുറമെ തന്നെ അവസാനത്തെ നിമിഷത്തേക്ക് എന്താ പറയുക ഇനോർഗാനിക് കെമിസ്ട്രിയും അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ എങ്ങനെയാണ്? അന്ന് നമുക്ക് കുറേ സിലബസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സിലബസ് വളരെ കുറവാണ്. എന്നാലും എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്? അതും ഇതുപോലെ ബയോ പോലെ ഒരു റെഗുലർ റിവിഷൻ ആയിരുന്നോ? അത് മാക്സിമം ഇപ്പൊ ഇൻഓർഗാനിക് ആണെങ്കിൽ നമ്മളൊന്നുകൂടി ഇപ്പൊ പിന്നെ കുറെ കുറച്ചല്ലോ, അപ്പൊ പിന്നെ അത്രയ്ക്ക് അങ്ങനെ ഇതാക്കണ്ട. ഇല്ല, ഇപ്പൊ അതിന്റെ എത്രയാ 10-1 അത്രേ ഉള്ളൂ. വളരെ കുറവാണ്. പണ്ട് ഫുള്ള് ഇപ്പൊ പിബ്ലോക്ക് ഒക്കെ എടുക്കുകയാണെങ്കിൽ അത്രയും പരപ്പുണ്ട് വായിക്കാൻ, കുറെ സംഭവങ്ങളും ഉണ്ട്. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലാത്തോണ്ട് ഇപ്പൊ അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് അതിനെ വായിക്കായിരുന്നു മാക്സിമം. ചെറുതായിട്ട് നോട്ട് ഉണ്ടാകുമ്പോ ചിലത് കോഡൊക്കെ വെച്ച് ഇങ്ങനെ ഓരോ ഓർഡർ ഒക്കെ ഇല്ലേ ഓരോ പ്രോപ്പർട്ടീസ്, അതെ അതെ. അപ്പൊ അതൊക്കെ റിവൈസ് കോഡുകളൊക്കെ വെച്ചിരുന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് അതേപോലെ ഇങ്ങനെ. പിന്നെ ഞാൻ റിവൈസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ആപ്പിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന PDF ഇടുമല്ലോ, അത് പിന്നെ അതേപോലെ ഈ റിവിഷന്റെ സമയത്ത് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് അതൊക്കെയായിരുന്നു ലാസ്റ്റ് നോക്കിയിരുന്നത്. പിന്നെ ഇപ്പൊ പിന്നെ അത്രയ്ക്ക് അതൊക്കെ കട്ട് ചെയ്തോണ്ട് അങ്ങനെ. പിന്നെ ഈ പഠിത്തമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ മോക്ക് എക്സാം ഒക്കെ വന്നില്ലേ, അപ്പോൾ അതിനകത്ത് നമ്മൾ തന്ന പാറ്റേണുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു പരിധി വരെ നമുക്ക് നീറ്റിന് ചോദിച്ചെന്ന് പറയാൻ പറ്റും. അത് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറെ ഈ ആസേഷൻ റീസൺ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. കുറെയൊക്കെ അത് ഏകദേശം ആ ഒരു പാറ്റേണിൽ തന്നെയായിരുന്നു. ആ ഒരു ഇത്തിരി ഫെമിലിയർ ആയിട്ട് എന്ന് വെച്ചാൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് കൂടുതലും ഇപ്പൊ ബയോളജി ഒക്കെ എസ്പെഷ്യലി നല്ല ടെക്സ്റ്റ് അതേപോലെ ഇതാക്കിയെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ ടെക്സ്റ്റ് അതേ സെൻസ് ആ ഒരു ടൈപ്പില്ലേ ഇങ്ങനെ, അങ്ങനെയാണ് എക്സാം എന്ന് പറഞ്ഞാൽ ഒരു അഡീഷണൽ റിവിഷൻ പോലെയാണ് ശരിക്കും അല്ലേ? അതെ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസ് അപ്പൊ അതാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുമ്പ്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എന്താവും ചോദിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവും, ആ ഉത്തരത്തേക്ക് എത്താൻ ഭയങ്കര. എന്തായാലും ഹർഷ അവസാനത്തെ ദിവസങ്ങളിലൊക്കെ എന്താണ് ചെയ്തത്, എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ എന്നുള്ളതൊക്കെ ഒരു ഐഡിയ ആയി. ഇവിടെ ഒരു വർഷം ഹൈബ്രിഡ് ക്യാമ്പസിൽ പഠിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതായത് ഓവറോൾ നമ്മൾ ഈ ഫ്യൂച്ചർ ക്യാമ്പസിൽ വന്ന് പഠിക്കുന്നു, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാനിങ്ങനെ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ അതിപ്പോ എല്ലാരും ഈ റിപ്പീറ്റ് കാലത്തിൽ അത്രയും ഫോക്കസ് ചെയ്തൊക്കെ പഠിക്കണം, ഇങ്ങനെ പഠിക്കുന്ന അതിന് മുമ്പ് അങ്ങനെ പഠിക്കുന്നത്. അപ്പൊ അതേപോലെ എനിക്ക് ഭയങ്കര ഇവിടെ തന്നെ പഠിപ്പിക്കുന്ന ആ രീതി ഇപ്പൊ ഈ 2 തവണ പഠിക്കുന്നത് അതൊക്കെ നല്ലൊരു നമുക്ക് ഒന്നുകൂടി നല്ല മനസ്സിലാക്കി പഠിക്കുമ്പോൾ അതൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. ആദ്യം ഇപ്പൊ അതുകൊണ്ട് ഇത്തിരി എൻജോയ് ചെയ്തിട്ടായിരുന്നു, രസമായിരുന്നു. പിന്നെ ഇത്തിരി പിന്നെ കുറെ പഠിക്കുന്നത് ഇത്തിരി ടെൻഷനായിരുന്നു. എന്നാലും അത് പഠിപ്പിക്കുന്നതല്ല, അതാ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്ന ലാസ്റ്റ് ആകുമ്പോൾ എന്തായാലും ഒരു സ്ട്രെസ് വരുമല്ലോ, ആ ഒരു ഇത് നല്ല രസമായിരുന്നു. അങ്ങനെ സ്ട്രെസ് ഉള്ള ആളാണോ എക്സാമിനൊക്കെ പോകുമ്പോഴത്തേക്കും? ആദ്യമൊന്നും അവസാനത്തെ എന്തായാലും നീറ്റ് എക്സാമിനെത്തിക്കുമ്പോഴത്തേക്കും സ്ട്രെസ് കുറച്ചൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു അത്യാവശ്യം നല്ല ടെൻഷൻ, അതിപ്പോ മാർക്ക് ഉണ്ടെങ്കിൽ എന്തോ ഒരു പെട്ടെന്ന് ഒരു അത് അത്രയും നമ്മൾ എഫേർട്ട് ഇട്ടു അങ്ങനെ ഒരു എക്സാം നമ്മൾ എഴുതാൻ പോവാണെന്നുള്ളതിന്റെ ഒരു ഇതല്ലേ. പക്ഷെ അതൊക്കെ ഒരു കുറച്ച് ഒരു എക്സാം എഴുതി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു കോൺഫിഡൻസ് റീഗെയിൻ ചെയ്യും, പിന്നെ നമ്മൾ എക്സാം കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും അല്ലേ? അപ്പൊ കൊറേയൊക്കെ ഇടയിലൊക്കെ ഇങ്ങനെ ചിലപ്പോ മാർക്ക് ഉണ്ടാവും, പക്ഷെ ചിലപ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ചിലപ്പോ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ മിസ്റ്റേക്ക് കൊണ്ടൊക്കെ തെറ്റിക്കുമ്പോ നമുക്കൊരു സങ്കടമായിരിക്കും, എളുപ്പമുള്ളതൊക്കെ. അപ്പൊ ഒക്കെ സങ്കടം. പിന്നെ അത് മാക്സിമം അത് വരുത്താതെ നോക്കുക, അത് എവിടെ മിസ്റ്റേക്ക്. അപ്പോൾ ഓരോ എക്സാമുകൾ കഴിയുമ്പോഴത്തേക്ക് അനലൈസ് ചെയ്യായിരുന്നു എങ്ങനെയൊക്കെയാണ് എത്രയൊക്കെയാണ് മിസ്റ്റേക്കുകൾ വരുന്നതെന്നൊക്കെ? എങ്ങനെ തെറ്റ് ക്വസ്റ്റ്യൻസ് നോക്കുമായിരുന്നു. പിന്നെ അടുത്ത എക്സാമിന് ജസ്റ്റ് അതൊന്ന് നോക്കിയിട്ട് പോവായിരുന്നു, ആ ക്വസ്റ്റ്യൻസ് എന്താ ഒന്നുകൂടി ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമായിരുന്നു. ഓക്കെ. അപ്പോൾ 2024 നീറ്റ് എഴുതാൻ പോകുന്ന ആൾക്കാരോട് ഹർഷയ്ക്ക് എന്താണ് പറയാനുള്ളത്? എന്താ വെച്ചാൽ മാക്സിമം അതിപ്പോ എല്ലാരും പറയുന്നത് റിവൈസ് ചെയ്യാന്നുള്ള കാര്യം തന്നെയാണ്. കാരണം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ ഇപ്പൊ ബയോളജി ഒക്കെ ആണെങ്കിലും നന്നായിട്ട് പഠിക്കും. ഇപ്പൊ പിന്നെ ഇൻഓർഗാനിക് ഒക്കെ മാറ്റിയോണ്ട് ഈ ഫിസിക്കൽ കെമിസ്ട്രി അതൊക്കെ ഒന്നുകൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ, അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറെ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഓർഗാനിക് നന്നായിട്ട് അത് ചെയ്ത് നോക്കുക. മൈൻഡ് മാപ്പ് പോലെ ഇപ്പൊ എങ്ങനെയൊക്കെ അറിയില്ല, അതൊക്കെ ഉണ്ടല്ലോ. മൈൻഡ് മാപ്പുകൾ വന്നില്ലായിരുന്നു, അത് ഭയങ്കര എഫക്റ്റീവ് അല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ? അതെ. ഇപ്പൊ കെമിസ്ട്രി ഞാൻ ഓർഗാനിക്കാ മെയിൻ ആയിട്ട് മൈൻഡ് മാപ്പ്. അതിപ്പോ കാരണം അത്രയും ഓർഗാനിക് ഭയങ്കര വാസ്റ്റ് ആണ്. അപ്പൊ പെട്ടെന്ന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുമ്പോൾ ഫുൾ അങ്ങനെ റീകളക്ട് ചെയ്യാൻ അത് എളുപ്പമായിരുന്നു. ഇന്ന ടൈപ്പ് റിയാക്ഷൻസ് വെച്ചിട്ട് അങ്ങനെയായിരുന്നല്ലോ അതിലുണ്ടായിരുന്നത്. പിന്നെ NCERT ക്വസ്റ്റ്യൻസ് ചെയ്യണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത്. അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും 2024 നീറ്റ് എഴുതാൻ പോകുന്ന എല്ലാ ആൾക്കാർക്കും ഹർഷയുടെ ജൂനിയേഴ്സ് ആയിട്ട് വരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഓൾ ഓഫ് യു ഗൈസ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഹർഷ. താങ്ക് യു.